സംസ്ഥാന ചരിത്രത്തിലെ പുതുയുഗത്തിന് തുടക്കം കുറിച്ച് KSRTC വനിതാ സ്ത്രീ സൗജന്യ യാത്രയ്ക്ക് ഡബിൾ ബെല്ലടിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ പുതുയുഗ ചരിത്രത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികൾ സ്ത്രീ KSRTC സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനി ഉദ്ഘാടനം ചെയ്തു. വൈക്കത്ത് MLA K ബിനിമോനാണ് സൗജന്യ യാത്രയുടെ ആദ്യ ഡബിൾ ബെല്ലടിച്ചത്. വൈക്കത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ 8 മണിയോടെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് KSRTC ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടിയത്. നഗരസഭാ അധ്യക്ഷൻ അബ്ദുൾ സലാം റാവുത്തറും പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. ഔദ്യോഗിക ചടങ്ങിൽ MLA K ബിനിമോൻ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ സർക്കാരിന് അഭിവാദ്യങ്ങളുമായി മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ഇന്നു മുതൽ സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ 7 തരം സർവീസുകളിലാണ് സൗജന്യ യാത്ര ലഭ്യമാകുന്നത്. ഇവിടുത്തെ കേരളത്തിലെ സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ള പ്രഖ്യാപനങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിൽ സാധാരണക്കാർ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഉൾപ്പെടെ ചേർത്ത് നിർത്തി ആണ് മുമ്പോട്ട് പോകുന്നതെന്ന് 16ാം നിയമസഭ ആദ്യത്തെ മന്ത്രിസഭ തെളിയിച്ചിരിക്കുന്നു. ആദ്യ യാത്രക്കാർക്ക് ബസ്സിൽ ലഡ്ഡു വിതരണം ചെയ്താണ് KSRTCയും UDF പ്രവർത്തകരും ആഹ്ലാദം പങ്കിട്ടത്. ഡ്രൈവർ T ഷാജിമോനാണ് ആദ്യ സൗജന്യ യാത്രാ ബസ്സിന് സാരഥിയായത്. വൈക്കത്ത് നിന്ന് വൈറ്റിലേക്ക് പുറപ്പെട്ട ആദ്യ സൗജന്യ യാത്രാ ബസ്സിൽ KN ഷാജിമോൻ 0 ടിക്കറ്റ് നൽകി. ഇതായിട്ടാണ് തോന്നുന്നത്. കാരണം എന്നും ഞങ്ങളെപ്പോലെ ദേവസ്വം ജോലിക്ക് പോകുന്നവരാണ്. അവർക്ക് ഇപ്പം മെട്രോ വരെയൊക്കെ പോകുന്നതിന് 70 രൂപയാണ്. അതിലും കൂടുതലാണ് ഒരു ദിവസം. അപ്പം അത് വലിയൊരു സമ്പാദ്യമായിട്ട് തന്നെ ഇന്നുപോലെ തുടക്കമിടാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മരുന്നിന് പോലും നമുക്കത് മാറ്റിവെക്കാവുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ 60 വയസ്സ് കഴിഞ്ഞ പ്രായമായ ആണുങ്ങൾക്കും കൂടെ ഇത് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. വേറൊന്നുമല്ല, അവർക്കും അമ്പലങ്ങളും പള്ളികളിലും ഒക്കെ പോകുന്നതിന് ഇങ്ങനെ ഒരു സൗജന്യ യാത്രയാകുമ്പോൾ അവർക്ക് എന്നും പോകാനായിട്ട് തോന്നി, എന്നും പൈസ എടുത്ത് പോകാൻ പറ്റില്ല. ഒരു നല്ല സഹായം തന്നെ. അതുകൊണ്ട് ഈ സർക്കാരിനെ ഞാൻ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കൂടെയുള്ള എല്ലാ മന്ത്രിമാരെയും ഈ സർക്കാരിനെയും ഞാൻ അഭിനന്ദിക്കുക. നിരവധി വനിതകളാണ് കയ്യടിയും പാട്ടുമായി ആഹ്ലാദം പങ്കിട്ട് യാത്രാ ബസ്സിൽ നഗരം ചുറ്റിയത്. നിരവധി വനിതകളാണ് യാത്രാ ബസ്സിൽ കയ്യടിയും പാട്ടുമായി ആഹ്ലാദം പങ്കിട്ട് നഗരം ചുറ്റിയത്. കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭരണസമിതി മുമ്പോട്ട് പോവുകയാണ്. ഈ UDF സർക്കാരിനെ ഈ വൈക്കം ജനാവലിയുടെ പേരിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.